ലോകത്തിന് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തൊരു കാര്യം മറ്റൊന്ന് എന്താ പറയുക, സയന്റിഫിക്കലി വെള്ളത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടായത് എന്നുള്ളതാണ്. വെള്ളത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ചയും എല്ലാ ദിവസവും ചൊവ്വയുടെയും ബഹിരാകാശ സ്റ്റാർ ഗ്രഹങ്ങളുടെയും ഒക്കെ ചിത്രങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. പല ലോകരാജ്യങ്ങളും പറഞ്ഞയച്ച അതിശക്തമായ ക്യാമറകൾ ഒപ്പിയെടുക്കുന്ന ചിത്രങ്ങൾ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഒപ്പിയെടുക്കുന്ന ചിത്രങ്ങൾ അടക്കം. പക്ഷെ അവിടെയൊന്നും ജീവിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? വെള്ളമില്ല. ചൊവ്വയിൽ വെള്ളമുണ്ടോ എന്ന അന്വേഷണമാണ് നിലവിൽ സയൻസിന്റെ വലിയൊരു ഏരിയ. വെള്ളം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റും. വെള്ളത്തിൽ നിന്നാണ് ജീവൻ തുടങ്ങിയത്. വിശുദ്ധ ഖുർആൻ വളരെ ക്ലിയർ കട്ടായി അത് പറയുന്നു. വജഅൽനാ കുല്ല ശൈഇൻ വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ. ഒരു വാക്ക് വെറുതെ നമ്മളവിടെ കൂട്ടിച്ചേർക്കുന്നില്ല. വജഅൽനാ മിനൽ മാഇ, ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് നമ്മൾ തുടങ്ങി, നമ്മൾ നിശ്ചയിച്ചു, തീരുമാനിച്ചു, ഉറപ്പിച്ചു തുടങ്ങി. ജഅല തൗഫീഖ എന്നൊക്കെ പറഞ്ഞാൽ ഇബ്തിദാഇന്റെ ഫീലുകളാണ്. നമ്മൾ ആരംഭിച്ചു. മിനൽ മാഇ, വെള്ളത്തിൽ നിന്ന് കുല്ല ശൈഇൻ ഹയ്യിൻ, ജീവനുള്ള എല്ലാത്തിനും. അഫലാ യുഅ്മിനൂന, അവരെന്തേ വിശ്വസിക്കുന്നില്ല? ഇവിടെ രണ്ട് കാര്യം. ഒന്ന്, പ്രപഞ്ചം വികസിക്കുന്നു എന്ന് കണ്ടെത്തിയത് ആരാ? മുസ്ലിങ്ങളല്ല, വിശ്വാസികളല്ല. ഞാൻ അവരുടെ പേര് പറഞ്ഞു. ജോർജിയസ് ലാമാത്രൈ, എഡ്വേർഡ് ഹബിൾ, ആൽബർട്ട് ഐൻസ്റ്റൈന്റെ ആപേക്ഷിക സിദ്ധാന്തം, ഹബിളിന്റെ എക്സ്പാൻഷൻ തിയറി, ലാമാത്രയുടെ ബിഗ് ബാങ് ഒക്കെ നോൺ മുസ്ലിംസ് ആണ്. ഖുർആന്റെ ആയത്ത് എന്താണ്? വലം യറല്ലദീന കഫറൂ, ഇനിയും വിശ്വസിക്കാത്ത ഇവർ കണ്ടെത്തിയില്ലേ? ആയത്തിന്റെ ഭംഗിയെന്ന് ആലോചിച്ചു. വിശ്വാസികളല്ലാത്ത നിങ്ങളിത് കണ്ടെത്തിയില്ലേ? വെള്ളത്തിൽ നിന്നാണ് ജീവൻ എന്ന് കണ്ടെത്തിയത് മുസ്ലിംസ് അല്ല. ഖുർആൻ തീരുന്നു അഫലാ യുഅ്മിനൂൻ, എന്നിട്ട് എന്തേ വിശ്വസിക്കാത്തത്? ആയത്ത് ഇങ്ങനെയായിരുന്നുവെങ്കിൽ നമ്മളെന്ത് പറയും? അവലം യറല്ലദീന ആമനൂ അന്നസ്സമാവാതി വൽഅർള കാനതാ റതകം വഫതഖനാഹുമാ എന്നായിരുന്നു ആയത്തെങ്കിൽ വിശ്വാസികളായ ആളുകൾ കണ്ടെത്തിയില്ലേ എക്സ്പാൻഷൻ, ബിഗ് ബാങ് എന്നാണ് അതിന്റെ സൂചനയെങ്കിൽ നമുക്ക് മെനക്കെടായനെ. അത് കണ്ടെത്തിയ മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടി വരും. ശുദ്ധ ഖുർആന്റെ മനോഹാരിതയാണ് എല്ലാ മേഖലയിലേക്കും വെളിച്ചം വീശും. എന്നാൽ ഖുർആൻ ഒരു സയൻസിന്റെ കിതാബും അല്ല. ഖുർആൻ ഒരു ശാസ്ത്ര പുസ്തകമല്ല. ലോകത്ത് കണ്ടെത്തപ്പെട്ട ശാസ്ത്രങ്ങളെ കുറിച്ചുള്ള സൂചന ഖുർആനിൽ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എല്ലാം ഖുർആനിൽ കണ്ടെത്തപ്പെട്ട എല്ലാ ശാസ്ത്രം ഉണ്ടാവില്ല. ചില ശാസ്ത്രങ്ങളൊക്കെ പിന്നീട് തിരുത്തപ്പെടും. അതും ഖുർആനിൽ ഉണ്ടാവില്ല. പക്ഷെ അതിലേക്കുള്ള സൂചനകൾ കിട്ടും. ആളുകൾ ബഹിരാകാശത്തേക്ക് കയറിപ്പോകും. ഇതേ ഖുർആന്റെ ഭാഷ. വലാ ഉഖ്സിമു ബിശ്ശഫഖ് വല്ലൈലി വമാ വസഖ് വൽ ഖമരി ഇദത്തസഖ് ലതർകബുന്ന തബഖൻ തബഖ. അത് കഴിഞ്ഞിട്ടുള്ള ആയത്ത് എന്താ? വലാ ഉഖ്സിമു ബിശ്ശഫഖ് والليل وما وسق والقمر إذا اتسق لتركبن طبقا طبق. ഒരാൾ ഫമാലഹും ലാ യുഅ്മിനൂൻ. ചക്രവാളം കൊണ്ട് ഞാൻ എന്തിനെ സത്യം ചെയ്യണം? ചെയ്യുന്നു സത്യം. ചക്രവാള ശോഭ കൊണ്ട് സത്യം. ചക്രവാള ശോഭ മഗ്രിബിനാണ്. സൂര്യനസ്തമിക്കുന്ന ചക്രവാളത്തിലെ സായം സന്ധ്യയിലെ അതിമനോഹരമായ ആകാശ ദൃശ്യം തന്നെ സത്യം.
പിന്നെയോ ഇരൾ മൂടും ശക്തമായി ഇരുട്ടുണ്ടാകും വല്ലൈലി വമാ വസഖ് 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 കാളരാത്രി കൊണ്ട് സത്യം ഇരുണ്ടു മൂടിയ രാത്രി കൊണ്ട് സത്യം 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 വൽ ഖമരി ദത്തസഖ് പൂർണ്ണ ചന്ദ്രൻ പൗർണമി പ്രാപിച്ചാൽ അതുകൊണ്ടും സത്യം 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 പറയുകയാണ് നിങ്ങൾ ഘട്ടം ഘട്ടമായി വാഹനപ്പുറമേറി സഞ്ചരിക്കുക തന്നെ ചെയ്യും നിങ്ങൾ റഖീബ എന്ന് പറഞ്ഞാൽ വാഹനം കയറുക നിങ്ങൾ വാഹനം കയറി പോവുക തന്നെ ചെയ്യും ഘട്ടം ഘട്ടമായി ഈ പറഞ്ഞ മേഖലകളിലൂടെ മണ്ഡലങ്ങളിലൂടെ ഷാറാവി അല്ലാമ അദ്ദേഹത്തിന്റെ തഫ്സീർ അങ്ങനെയാണ് നീൽ ആംസ്ട്രോങ് പോയി, യൂറി ഗഗാറിൻ പോയി, നാസയിൽ പലരും പോയി, സുനിത വില്യംസ് പോയി, ബുച്ച് വിൽമോർ പോയി, പലരും ഇനിയും പോകും. പക്ഷേ ഖുർആൻ ചോദിക്കുന്നു എന്നിട്ടും അവരെന്തേ വിശ്വസിക്കുന്നില്ല, എന്നിട്ടും അവരെന്തേ വിശ്വസിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ ആ ഒരു സെൻസ് ഇവിടെ ഉണ്ട്. പോകും, പക്ഷേ അവർ വിശ്വസിക്കണമെന്നില്ല, അള്ളാനെ കൊണ്ട് വിശ്വസിക്കണമെന്നില്ല. വിശുദ്ധ ഖുർആൻ നമ്മൾ ഖുർആനെ മനസ്സിലാക്കുമ്പോൾ അത്ഭുതം തോന്നും.